ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ മിഷൻ ഒളിമ്പ്യാഡ്. അപ്പോൾ ഒളിമ്പ്യാഡ് പ്രിപ്പറേഷൻസിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബയോളജി പാർട്ടാണ് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്തൊരു ചോദ്യം ചെയ്യാം. ഇതൊരു നീറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീറ്റ് ക്വസ്റ്റൻ ആണ് 2016. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ സിംഗിൾ മെംബ്രെയിൻ? ഒറ്റ മെംബ്രെയിൻ കൊണ്ട് എൻക്ലോസ് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം. അതിലേതാണ് സിംഗിൾ മെംബ്രെയിൻ കൊണ്ട് പിന്നെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിയസിന്റെ മെംബ്രെയിൻ എത്ര എണ്ണം ഉണ്ട്? ഒന്നാണോ രണ്ടാണോ? നമുക്കറിയാം ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്, ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിനാണ് അല്ലേ? ഓക്കെ, മൈറ്റോകോൺട്രിയ, ഒബ്വിയസ്ലി മൈറ്റോകോൺട്രിയക്ക് രണ്ട് മെംബ്രെയിൻ ഉണ്ട്. ഒന്ന് ഔട്ടർ മെംബ്രെയിൻ, സാധാരണ പോലുള്ള മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഇൻഫോൾഡിങ്സ് ഉള്ള, ക്രിസ്റ്റയൊക്കെ ഉള്ള അല്ലേ? മൈറ്റോകോൺട്രിയയെ കുറിച്ച് നമ്മൾ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ വരക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ? അത് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. മൈറ്റോകോൺട്രിയ നമ്മൾ എങ്ങനെ വരക്കുക? ഒരു ഔട്ടർ മെംബ്രെയിൻ നമ്മൾ വരക്കും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഇന്നർ മെംബ്രെയിൻ, ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, അതിൽ ഇന്നർ മെംബ്രെയിൻ നമ്മൾ എങ്ങനെയാണ് വരക്കുക? ഇങ്ങനെയാണ് വരക്കുക അല്ലേ? എന്ന് വെച്ചാൽ ഇൻഫോൾഡിങ്സോട് കൂടിയുള്ള ഒരു ഇന്നർ മെംബ്രെയിനും മൈറ്റോകോൺട്രിയക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഇൻഫോൾഡിങ്സിന് എന്താ പറയുക? ഇൻഫോൾഡിങ്സിന് ഒരു പേരൊക്കെ പറയുമായിരുന്നു. ആ പേര് ആർക്കെങ്കിലും അറിയോ? ഇൻഫോൾഡിങ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഈ ഇൻഫോൾഡിങ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റേ. ഓക്കെ, ഇതൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ക്രിസ്റ്റേ എന്നാണ് ഈ ഇൻഫോൾഡിങ്സിന് പറയുന്ന പേര്. അപ്പോൾ രണ്ട് മെംബ്രെയിൻ ഉണ്ട് മൈറ്റോകോൺട്രിയക്കും. ക്ലോറോപ്ലാസ്റ്റിനും എന്തുണ്ട്? രണ്ട് മെംബ്രെയിനുകൾ ഉണ്ട് അല്ലേ? ക്ലോറോപ്ലാസ്റ്റിനും രണ്ട് മെംബ്രെയിൻ ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലൈസോസോംസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ലൈസോസോം ഒരു സിംഗിൾ മെംബ്രെയിൻ സെൽ ഓർഗനലാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു സിംഗിൾ മെംബ്രെയിൻ സെൽ ഓർഗനൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ എ പ്രോകാരിയോട്ടിക് സെൽ? AIPMT, ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിൽ ചോദിച്ചിട്ടുള്ള 2015 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഏതാണ് നമ്മുടെ പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണാത്തത്? പ്ലാസ്മ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ്റെ വേറൊരു പേരല്ലേ? അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള മെംബ്രെയിൻ, റൈബോസോം, മിസോസോം. ഇതിലേതാണ് നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാ കാണാത്തത്? നമുക്കറിയാം പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പ്രോകാരിയോട്ടിക് സെൽ? എന്താണ് അതിൻ്റെ പ്രത്യേകത? പ്രോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്, രണ്ട് തരത്തിലുള്ള സെല്ലുകളാണ് ഉള്ളത് അല്ലേ? പ്രോകാരിയോട്ടും യൂകാരിയോട്ടും. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? പ്രോകാരിയോട്ട് അല്ലേ? എന്താണ് ആ പേരിൽ തന്നെ ഉണ്ട് പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ. പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് എന്നാണ് അർത്ഥം. പ്രിമിറ്റീവ്. കാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കൂല പ്രോകാരിയോട്സിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി യൂകാരിയോട്സ്. എന്താണ് യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ? യൂകാരിയോട്ടിക് സെൽ. യു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ട്രൂ എന്നാണ്. ട്രൂ എന്നുള്ള അർത്ഥത്തിലാണ് യു എന്ന് പ്രയോഗിക്കുക. കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ്, വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സെൽ ന്യൂക്ലിയസ് യൂകാരിയോട്സിൽ ഉണ്ടാവും. അപ്പോൾ പ്രോകാരിയോട്സിൽ എന്താ ഇല്ലാത്തത്? ന്യൂക്ലിയസ്, വളരെ വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസോ അതിനുള്ള മെംബ്രെയിനോ എവിടെ ഇല്ല? പ്രോകാരിയോട്സിൽ ഇല്ല. അപ്പോൾ അതല്ല ഇവിടെ കൊടുത്തിട്ടുള്ള ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്സ്. അപ്പം ഏതാണ് ആബ്സെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ ഇല്ലേ? ഒബ്വിയസ്ലി പ്രോകാരിയോട്ടിക് സെൽസിന് സെൽ മെംബ്രെയിൻ ഉണ്ട്. റൈബോസോം കാണാറുണ്ട്, മീസോസോമും പ്രോകാരിയോട്ടിക് സെല്ലിൽ പ്രസന്റ് ആയിരിക്കാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ന്യൂക്ലിയർ എൻവലപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ അടുത്ത് വരുന്ന ക്ലാസ്സുകളിലും അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.